സീറോ മലബാർ സഭയുടെ ചരിത്രത്തിൽ ആദ്യമായാണ് ഒരു പാവം വൈദികനെ പരിശുദ്ധ കുർബാന അർപ്പണത്തിനിടയിൽ ആക്രമിച്ച് കഴുത്തിന് പിടിച്ച് തള്ളി കയ്യേറ്റം ചെയ്തത്. അഗ്നിമയന്മാരായ മാലാഖമാർ കയറി ചെല്ലുവാൻ ഭയക്കുന്ന മദ്ബഹായിൽ വെച്ചാണ് ഒരു വിമത പാതിരിയുടെ നേതൃത്വത്തിൽ ഈ ആക്രമണം നടത്തിയത്. ഇത് പരിശുദ്ധ കുർബാനയോടെയുള്ള വലിയ അവഹേളനമാണ്. അതിനാൽ തന്നെ ഇത് ചെയ്തവരെ പരിശുദ്ധ സഭ നടപടിയെടുക്കണം. അതീവ ഗൗരവകരമായ പാപമാണ് വിമത പാതിരിയും സംഘവും ചെയ്തത്. അർഹിക്കുന്ന ശിക്ഷ തന്നെ അവർക്ക് കൊടുക്കണം. ഈ ആക്രമണം നടത്തിയ വൈദികൻ ജെറിനെയും സംഘത്തെയും ശിക്ഷിക്കണമെന്നാവശ്യപ്പെട്ട് വിശ്വാസികളുടെ പ്രതിഷേധം ഇരമ്പുകയാണ്. ഒന്ന് രണ്ട് പ്രതികരണങ്ങളൊന്ന് കേട്ടു നോക്കാം. വന്യവയോധികനും പുരോഹിത ശ്രേഷ്ഠനുമായ ഫാദർ ജോൺ തോട്ടുപുറത്തെ പരിശുദ്ധ കുർബാന അർപ്പിച്ചുകൊണ്ടിരിക്കുമ്പോൾ അൾത്താരയിൽ കയറി അദ്ദേഹത്തെ മർദ്ദിക്കുകയും വലിച്ചിഴച്ച് സങ്കീർത്തിലേക്ക് കൊണ്ടുപോവുകയും ചെയ്ത വിമത കപടലോക വേഷധാരിയായ ജെറിൻ പാലത്തിങ്കൽ എന്ന വിമത ഗുണ്ടയുടെ നേതൃത്വത്തിലുള്ള ഗുണ്ടാ സംഘത്തിൻ്റെ ആ ചെയ്തികളെ ഞാൻ അതിനിശ്ചിതമായ രീതിയിൽ എനിക്ക് പറയാൻ വാക്കുകൾ കിട്ടുന്നില്ല. നടപടിയെടുക്കണം. വളരെ പാരമ്പര്യമുള്ള സീറോ മലബാർ സഭയുടെ ഇന്നത്തെ അവസ്ഥ വളരെ പരമദയനീയവും വളരെ ശോചനീയവുമായ ഒരവസ്ഥയാണ് നമുക്ക് ഇന്ന് സീറോ മലബാർ സഭയിലെ എറണാകുളം അങ്കമാലി അതിരൂപതയിൽ സംജാതമായിക്കൊണ്ടിരിക്കുന്നത്. വിശ്വാസികളെ, നിങ്ങൾ ഉണരുക, നിങ്ങൾ ഉണർന്ന് പ്രവർത്തിക്കുക, നിങ്ങൾ പ്രതിഷേധിക്കുക, നിങ്ങൾ പ്രതികരിക്കുക. ഈശംശയ്ക്ക് സ്തുതിയായിരിക്കട്ടെ. ഞാൻ നിങ്ങളുടെ പ്രിൻസൻ സ്റ്റീഫൻ. കഴിഞ്ഞ ദിവസം എറണാകുളം അങ്കമാലി അതിരൂപതയിലെ കുർബാന മധ്യേ ഒരു വൈദികനെ ചവിട്ടി അദ്ദേഹത്തെ കുർബാന അൾത്താരയിൽ നിന്ന് സാധനങ്ങൾ വലിച്ചെറിയുന്നു. അദ്ദേഹത്തെ ചവിട്ടി, അതായത് അൾത്താരയിൽ നിന്നും ഒരു 2-3 അടി താഴ്ചയിലായിരിക്കും സങ്കീർത്തി നിൽക്കുക നോർമൽ. ചവിട്ടി വീഴുന്ന ഒരു വീഡിയോ കണ്ടപ്പോൾ വളരെയധികം വിഷമം തോന്നിപ്പോയി. അതിന് നേതൃത്വം കൊടുത്ത ഒരു വൈദികനാണെന്ന് എനിക്കറിയില്ല, ഒരു ലോഹയിട്ട ഒരാൾ. എന്നിട്ടും ഈ സീറോ മലബാർ സഭയുടെ തലവനോ അല്ലെങ്കിൽ എറണാകുളം അങ്കമാലി അതിരൂപതയിൽ അദ്ദേഹത്തിൻ്റെ വികാരിയായി വന്നിരിക്കുന്ന പാംപ്ലാനിയോ പിതാവേന്ന് വിളിക്കുന്ന ആഗ്രഹമുണ്ട്, പക്ഷേ വിളിക്കുന്നില്ല. ഇവർ എന്തെങ്കിലും ഒരു പ്രസ്താവന, ഒരു സങ്കടം, അല്ലെങ്കിൽ ഇദ്ദേഹത്തെ കാണാനായിട്ട് ആ വൈദികനെ, ഒരു വയസ്സായ വൈദികനാണല്ലോ, ഇനി അദ്ദേഹത്തിൻ്റെ ഭാഗത്താണ് തെറ്റെങ്കിലും അദ്ദേഹത്തിനൊന്ന് ചെന്ന് കാണാനായിട്ടുള്ള ഒരു എന്തൊക്കെ പരിപാടികൾ ഈ മറ്റേ പുത്തനച്ചി പെരപ്രം തുടക്കുമെന്ന് പറഞ്ഞ രീതിയിലാണ് തട്ടിൽ പിതാവ് കാണിക്കുന്നത്. ഓടെയാണ് അദ്ദേഹം, ഓടെയാണ്. ഫ്ലൈറ്റിൽ നിന്ന് ലോകരാജ്യങ്ങൾ, അന്റാർട്ടിക്ക, അമേരിക്ക അങ്ങനെ കറങ്ങി വരുന്നു. സഭയെ വളർത്താനാണോ നിങ്ങൾ നിൽക്കുന്നത്? പുച്ഛം നിങ്ങളോടൊക്കെ എല്ലാവർക്കും പുച്ഛമാണ് നിങ്ങളോട്. അതിനെ സഭയോട് ചേർന്ന് നിൽക്കുന്ന ആൾക്കാർ വരെ നിങ്ങളിപ്പോൾ പുച്ഛിച്ചു തുടങ്ങിയാണ്. ശരിക്കും നിങ്ങളൊക്കെ രാജിവെക്കേണ്ടതാണ്. നിങ്ങൾ രാജിവെക്കണമെന്നേ. നിങ്ങൾ ഈ അരപ്പട്ടം കെട്ടി എന്ത് കാര്യത്തിലാണ് നിങ്ങൾ നിൽക്കുന്നത്? വിശ്വാസികൾ നിങ്ങളോടൊന്നും ഒരു താല്പര്യമില്ല കേട്ടോ. വിശ്വാസം എല്ലാം പോയി. നിങ്ങൾ കാനോനിക നിയമങ്ങൾക്ക് ഒപ്പമാണോ? മാർപ്പാപ്പയ്ക്കൊപ്പമാണോ? ഈ സിനഡ് മാർപ്പാപ്പയ്ക്കൊപ്പമാണോ? ഈ മാർപ്പാപ്പ പറഞ്ഞിട്ട് അംഗീകരിക്കാത്ത വൈദികരുണ്ടെങ്കിൽ അവരെ പുറത്താക്കണ്ടേ? സഭയിൽ നിന്നും പുറത്താക്കണ്ടേ? അത് ചെയ്യാനുള്ള ധൈര്യം നിങ്ങൾക്കില്ല. എന്തുകൊണ്ട് ഇത്തരത്തിലുള്ള വൈദികരെ സഭയിൽ നിന്ന് പുറത്താക്കിയില്ല? ജെറിൻ പാലത്തിങ്കൽ എന്ന് പറയുന്ന വൈദികൻ തോട്ടുപുറമച്ചനെ കഴുത്തിന് പിടിച്ച് തള്ളുകയും വലിച്ചിഴച്ചു കൊണ്ടുപോയി സങ്കീർത്തിയിലേക്ക് കാലുകൊണ്ട് ചവിട്ടി എറിയുകയും ചെയ്യുന്ന കാഴ്ചയാണ് പ്രസാദഗിരി പള്ളിയിൽ അരങ്ങേറിയത്. പരിശുദ്ധ കുർബാനയുടെ ഇത്രയും മനോഹരമായ സമയത്ത് ഒരു വൈദികൻ ആക്രമിക്കപ്പെട്ടിട്ട് സീറോ മലബാർ സഭയുടെ നേതൃത്വം, പ്രത്യേകിച്ച് മേജർ ആർച്ച് ബിഷപ്പ് തട്ടിൽ പിതാവ്, എന്തുകൊണ്ട് ഈ സമയം വരെ ജെറിൻ പാലത്തിങ്കൽ എന്ന് പറയുന്ന വൈദികനെ സീറോ മലബാർ സഭയിൽ നിന്ന് പുറത്താക്കിയില്ല? ഇത് ഞാൻ മാത്രമല്ല, സീറോ മലബാർ സഭയിലെ 65 ലക്ഷം വിശ്വാസികളിലും ഏറ്റവും മുറിവാണ്. സഭയോടൊപ്പം നിൽക്കുന്ന വൈദികർ ഇത്തരത്തിൽ പീഡിപ്പിക്കപ്പെടുമ്പോൾ എന്തുകൊണ്ട് ഇത്തരത്തിലുള്ള വൈദികരെ സഭയിൽ നിന്ന് പുറത്താക്കിയില്ല? ലജ്ജ കൊണ്ട് തല താഴ്ത്തുന്ന ഏതാനും ദിനങ്ങളാണ് കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത്. സീറോ മലബാർ സഭ ലോകത്തിന്റെ മുമ്പിൽ നാണത്തിന്റെ പടുകുഴിയിലെത്തിയിരിക്കുകയാണ്. ജോൺ തോട്ടുപുറം എന്ന് പറയുന്ന 82 വയസ്സുകാരനായ വന്യനായ ഒരു വൈദികൻ, ആ വൈദികൻ വിശുദ്ധ കുർബാന അർപ്പിക്കുന്ന സമയത്ത് ജെറിൻ പാലത്തിങ്കൽ എന്ന് പറയുന്ന 5 മീറ്റർ നീളമുള്ള വെള്ള നൈറ്റിക്കാരനായ പക്കാ ക്രിമിനൽ, ആ ക്രിമിനലിന്റെ നേതൃത്വത്തിൽ ഇടവകയിലെ ഏതാനും ഗുണ്ടകളുടെ സഹകരണത്തോടുകൂടി കുർബാന അർപ്പിച്ചുകൊണ്ടിരുന്ന ജോൺ തോട്ടുപുറത്തച്ഛനെ കഴുത്തു ഞെരിച്ച് കൊലപ്പെടുത്താൻ ശ്രമിച്ചത് നാം എല്ലാവരും മാധ്യമങ്ങളിലൂടെ കണ്ടു. കാര്യങ്ങൾ നടന്നിട്ട് മണിക്കൂറുകൾ പലതായി. സഭയുടെ നേതൃത്വം ശക്തമായ നടപടികളുമായി രംഗത്തെത്താത്തത് ഒരു വിശ്വാസി എന്നുള്ള നിലയിൽ ഏറ്റവും കൂടുതൽ വേദനയുണ്ടാക്കുന്ന കാര്യമാണ്. ഇതുപോലെയുള്ള ഹീനമൃഗങ്ങളെ എറണാകുളം അങ്കമാലി അതിരൂപതയിൽപ്പെട്ട മൂത്തതും മൂക്കാത്തതുമായിട്ടുള്ള വെള്ള നൈറ്റിക്കാരെ സഭയിൽ നിന്ന് പുറത്താക്കേണ്ട സമയം എന്നേ കഴിഞ്ഞിരിക്കുന്നു. പൈശാചികത ബാധിച്ച് ഭ്രാന്ത് പിടിച്ച വിമത പാതിരാമാർ എല്ലാ പരിധികളും ലംഘിച്ചു കഴിഞ്ഞിരിക്കുകയാണ്. ഈ കൊടും പാതകം ചെയ്തത് മറ്റാരുമല്ല,
ഒരു വൈദികൻ തന്നെയാണ് എന്നുള്ളത് അതീവ ഗൗരവകരമാണ്. ഇത് RSS പ്രവർത്തകനോ BJP പ്രവർത്തകരോ CPM പ്രവർത്തകരോ കോൺഗ്രസ് പ്രവർത്തകരോ അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും പാർട്ടിയിലോ മതത്തിലോ പെട്ടവരല്ല. ഹിന്ദു മതത്തിൽപ്പെട്ട ഒരു വിശ്വാസിയോ ഒരു മുസ്ലിം മത വിശ്വാസികളോ ചെയ്താൽ ഈ വിമത പുരോഹിത ഗണത്തിന്റെ കൂടെ നിൽക്കുന്ന വിമത വിശ്വാസികളും സാത്താൻ സേവകരും എങ്ങനെ പ്രതികരിക്കുമായിരുന്നു? ഒന്ന് ആലോചിച്ച് നോക്കുക. കഷ്ടം. കേരള സീറോ മലബാർ സഭയെ, കേരള കത്തോലിക്ക സഭാ സമൂഹമേ, നിങ്ങളുടെ പതനം ആസന്നമായിരിക്കുന്നു. ഉണർന്നിരുന്ന് പ്രാർത്ഥിക്കുക. ഈ കാണുന്നതെല്ലാം ഏതോ ഒരു വലിയ വിപത്ത്, നാശം വരാനിരിക്കുന്നതിന്റെ മുന്നോടിയാണ്. നാശം ആസന്നമായിരിക്കുന്നു.